പുതുതലമുറ ബൈക്കുകളെ വെല്ലാൻ ഇനി മാസ്. എടവിലങ്ങ് സ്വദേശി മാനങ്കരി MS നിസാറാണ് ഏറെ ആകർഷകമായ രീതിയിലുള്ള ബൈക്ക് നിർമ്മിച്ചത്. 150 കിലോ ഭാരമുള്ള ബൈക്കിന് മാസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. കെട്ടിലും മട്ടിലും മറ്റു ബൈക്കുകളെ പിന്നിലാക്കുന്നു എന്നതാണ് മാസിനെ ശ്രദ്ധേയമാക്കുന്നത്. സൈക്കിളുകളിലും മോട്ടോർ ബൈക്കുകളിലും മോഡൽ മാറ്റൽ പരീക്ഷണം നടത്തിയിരുന്ന സക്കറിയുടെ മകനായ നിസാർ ആധുനിക തലമുറയുടെ അഭിരുചി മനസ്സിലാക്കി അതിന് അനുസൃതമായ രീതിയിലാണ് ബൈക്ക് നിർമ്മിച്ചത്. 10 മാസങ്ങൾ കൊണ്ട് നിർമ്മിച്ച ബൈക്കിന് 1 ലക്ഷം രൂപ ചിലവ് വന്നതായി നിസാർ പറഞ്ഞു. 10 മാസത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ബൈക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ വിജയത്തിലേക്ക് വരുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. ഭയങ്കര ഹെവി ലോ വെയിറ്റ് ഉള്ള ബൈക്കാണ്. അപ്പം ഫസ്റ്റ് സക്സസ് ആയില്ലെങ്കിൽ അതും സഹിക്കാവുന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇത് ചെയ്തത്. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത് അടിപൊളിയായി. ഇപ്പം ഇതേമാതിരിയുള്ള ഒരു ബൈക്ക് ഏതെങ്കിലും കമ്പനിക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഈ ഡിസൈനിലൊക്കെ വിപണിയിൽ ഇറക്കാവുന്നതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു മോഡൽ എന്നാണ് എൻ്റെ ഒരു നിഗമനം, വിശ്വാസം. അപ്പോൾ ആ രീതിയിലേക്ക് ആരെങ്കിലും പറ്റിയ ആൾക്കാർ വന്ന് വിടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് വീട്ടിൽ നിന്ന് കടയിൽ പോവുക അങ്ങനെയുള്ളൊരു ലക്ഷ്യമാണ് മെയിനായിട്ട് ഞാൻ ചിന്തിച്ചേക്കും. പക്ഷേ ഇത് ഇത്ര സൂപ്പറായപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ജീവിതം തന്നെ രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്തയും കൂടി വരുന്നുണ്ട്. പലരും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കട എന്ന് പറയുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ള കടയും പണിയുള്ള കടയും. അപ്പോൾ 8 മണി തുടങ്ങി രാത്രി 12 മണി 1 മണി വരെ ഒരു 10 മാസത്തോളം ഇരുന്നിട്ടാണ് നാട്ടിൽ ചന്തയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ്. പേടിയാവാറുണ്ട് ഇരുന്നിരിക്കുന്നത്. എന്നാലും നമ്മളെ ചിന്ത, അതായത് കൊറോണ വന്ന് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് വന്നിട്ട് പോലും 7 മണിക്ക് കട കൂട്ടണ നിയമമുണ്ടായിട്ട് പോലും പോലീസുകാർ പോലും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിനെ വിജയിപ്പിച്ചത്. ഇത്രയും കഷ്ടപ്പെട്ടു. ശരി, GA ഷീറ്റും GI പൈപ്പുകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ബൈക്കിന് 40 കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്ന് നിസാർ പറയുന്നു. എടവിലങ്ങിൽ സൈക്കിൾ റിപ്പയറിംഗ് ആൻഡ് പഞ്ചർ കട നടത്തിവരുന്ന നിസാർ ഉപഭോക്താക്കളുടെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി വാഹനങ്ങൾ പണിതൊരുക്കാറുണ്ട്. ബൈക്കിന്റെ ആദ്യ പരീക്ഷണ ഓട്ടം കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു. താമസക്കാരനുമായിട്ടുള്ള നിസാർ പുതിയൊരു ഇലക്ട്രിക് ബൈക്ക് നിർമ്മിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നും പുറത്തുനിന്ന് വാങ്ങി ചെയ്തതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അധ്വാനവും ബുദ്ധിയും ഒക്കെ ചെലവഴിച്ച് അദ്ദേഹം പുതുതായി ഉണ്ടാക്കിയ ഒരു ഇലക്ട്രിക് ബൈക്കാണ്. എനിക്കറിയാം നിസാർ ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് എന്നോട് വളരെ അടുത്ത് ബൈക്ക് വിപണിയിലെത്തിക്കാൻ വേണ്ട സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ആദർശ്, വാർഡംഗം സുമാ വത്സൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈകുന്നേരങ്ങളിൽ പോലും ഇരുന്നു കൊണ്ട് സ്വപ്രയത്നത്താൽ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാഷ് പറഞ്ഞ മാതിരി ഇതൊരു പുതിയ അനുഭവമാണ് നമ്മൾക്ക്. കാരണം നമ്മളെ പ്രദേശത്തൊന്നും നിങ്ങൾക്ക് ഇത് കണ്ടിട്ടില്ല. നിസാറിന് ഇത് നല്ല കഴിവുണ്ട്. കാരണം നമുക്കത് നേരിട്ട് അനുഭവങ്ങളുള്ളതാണ്. ഒട്ടനവധി പ്രത്യേകതകളുള്ള പല സാധനങ്ങളും നിർമ്മിച്ച ഒരു വ്യക്തി കൂടിയാണ് നിസാർ. എന്തായാലും ഇത് മാഷു പറഞ്ഞ മാതിരി യുവാക്കൾക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ, മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാവട്ടെ. അല്ലെങ്കിൽ ഇത്തരം താല്പര്യങ്ങൾ കൂടുതലായി നടക്കാൻ എടവിലങ്ങ് പഞ്ചായത്തിൻ്റെ ഒരു ഭരണസമിതി എന്നുള്ള രീതിയിൽ ഞങ്ങളും എല്ലാവരും ഒത്തടങ്കം ഒന്നിച്ച് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു പുതിയ ഇത് രൂപകൽപ്പന ചെയ്ത നിസാറിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ, ഭരണസമിതിയുടെ പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കും.